ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിലെ 7ാമത്തെ ചാപ്റ്ററാണ്. അതായത് സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ് അഥവാ സമകാലിക ലോകത്തെ സുരക്ഷ എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവരും ഒന്ന് എടുത്തു വെച്ചോളൂ. നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ് അല്ലെങ്കിൽ ഭീഷണികളുടെ പുതു ഉറവിടങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇത് ഒരു 4-5 മാർക്കിനൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ആരും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണെന്നുള്ളത്. എവിടെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ ലോക രാഷ്ട്രീയം നേരിടുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ലോക രാജ്യങ്ങൾ നേരിടുന്ന പുതിയ ഭീഷണികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്നത്തെ ആ പേര് പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ തരത്തിലുള്ള ത്രെറ്റുകൾ ഏതൊക്കെയാണ്, പുതു ഉറവിടങ്ങൾ എന്തൊക്കെയാണ്, ഭീഷണികൾ ഏതൊക്കെയാണ്, മീൻസ് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പുതിയ രീതിയിലുള്ള ഭീഷണികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ത്രെറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത് 5 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ടെററിസം, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഗ്ലോബൽ പോവർട്ടി, മൈഗ്രേഷൻ, എപ്പിഡമിക്സ്, ഇങ്ങനെ 5 പോയിന്റ്സ് ആണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ത്രെറ്റ് അല്ലെങ്കിൽ ഭീഷണി എന്ന് പറയുന്നതാണ് ടെററിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഭീകരവാദം എന്ന് മലയാളത്തിൽ പറയാം. അപ്പോൾ ഈ ഭീകരവാദം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു രാജ്യത്തിലെ ഒരു വലിയൊരു പോപ്പുലേഷൻ അല്ലെ, അവിടുത്തെ ഒരു ജനസംഖ്യ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ വയലൻസ് ആണ് നമ്മുടെ ടെററിസം എന്ന് പറയുന്നത്. ഒരു വയലൻസ് തന്നെയാണ് ഈ ഒരു ടെററിസം അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെററിസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും അല്ലേ, നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ ഈ ഒരു ഭീകരവാദം എന്ന് പറയുന്നത്. ഓൾറെഡി നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ മനഃപൂർവ്വമായിട്ടാണ്, അതായത് ഓൾറെഡി ഈ രാജ്യത്ത് ഈ ഒരു ടൈമിൽ ഈ രീതിയിൽ നമുക്ക് എന്താണ് ടെററിസ്റ്റ് പ്രവൃത്തി ചെയ്യാം എന്നുള്ള നിലയ്ക്ക് ഈ ടെററിസ്റ്റുകളൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. സോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെയാണ് അവരെന്ത് ചെയ്യുന്നത്, ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് ഒരു എടുക്കുന്ന തീരുമാനത്തിൻ്റെ പുറത്തൊന്നും അല്ല ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഇത് ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് ഈ ഒരു ആക്ടിവിറ്റീസ് മാറി പോകുമ്പോൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ പെരുകി വരുമ്പോൾ അത് ഇൻ്റർനാഷണൽ മാറുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെയൊക്കെ മെയിൻ ലക്ഷ്യം എന്തായിരിക്കും, അവിടുത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളിലെ മൊത്തത്തിൽ ഒരു ക്രമക്കേട് സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അത് അവിടുത്തെ ആ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ മൊത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു കോളിളക്കം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഭീകരവാദികളുണ്ടല്ലോ, ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയായിരിക്കും, പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാറുണ്ട് അല്ലേ, നമ്മളങ്ങനെ കേൾക്കാറുണ്ടല്ലോ പല ന്യൂസിലൊക്കെ, എയറോപ്ലെയിൻസ് ഹൈജാക്ക് ചെയ്യാറുണ്ട്. പിന്നെ എന്താ ചെയ്യുക, ബോംബുകൾ ഇടും അല്ലേ. നമ്മളത് കോമൺലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ടെററിസ്റ്റുകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി ബോംബിടുന്നത് എവിടെയായിരിക്കും, ഒരാളും ഇല്ലാത്ത സ്ഥലത്തായിരിക്കുമോ, ഇല്ല, നമ്മുടെ ട്രെയിൻസിലോ കഫേകളിലോ അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഉണ്ടല്ലോ, ചന്തകൾ പോലുള്ള, മീൻസ് അതായത് ഇങ്ങനെ ജനക്കൂട്ടം, മീൻസ് ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന പല ഇടങ്ങളിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് കൊണ്ടിട്ട് ഇവർ ബോംബുകളൊക്കെ ഇടുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ ആൾക്കാരെന്താണ് അറ്റാക്ക് ചെയ്യുന്നു, അവരെ കൊല്ലുന്നു, അവരെ പിന്നെന്താ ബ്ലാക്ക് മെയിൽ ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ കയ്യിൽ നല്ല വെപ്പൺസ് ഉണ്ട് അല്ലേ, ബയോളജിക്കൽ ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്, കെമിക്കൽ വെപ്പൺസ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ആയുധങ്ങളുണ്ട്. പിന്നെ ചിലപ്പോൾ മിസൈൽ ആക്രമണം വരെ ആര് ചെയ്യാറുണ്ട്, ടെററിസ്റ്റ് മീൻസ് ഭീകരവാദികൾ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭീകരവാദം എന്ന് പറയുന്നത് ഇത് മുൻകാലങ്ങളിൽ തന്നെ മുൻകാലം മുതൽ തന്നെ പണ്ട് മുതലുള്ള കാര്യമാണ് ഈ ഭീകരവാദം. പക്ഷേ ഇപ്പോഴും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ത്രെറ്റ് മീൻസ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഒരുപാട് വലിയൊരു ഭീഷണിയായിട്ട് ഈ ഭീകരവാദം അല്ലെങ്കിൽ ടെററിസം നിലനിൽക്കുകയാണ് ഓരോ രാജ്യത്തിനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ റിലവൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇതാണ് ടെററിസം അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്യണം കേട്ടോ. അടുത്ത് വരുന്ന പോയിന്റാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് എന്ന് പറയുന്നത്, അതായത് മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയേണ്ട കാര്യം, നമ്മളെല്ലാം മനുഷ്യന്മാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള റൈറ്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള അവകാശങ്ങളുണ്ട് അല്ലേ. ഇപ്പം എന്താ പറയുക, പൊളിറ്റിക്കൽ പരമായിട്ടുള്ള റൈറ്റ്സുകളുണ്ട്, മീൻസ് രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, പിന്നെന്താ സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ പല ടൈപ്സ് ഓഫ് റൈറ്റ്സുകളാണ് നമുക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ റൈറ്റ്സിനെയൊക്കെ എന്താണ്
വയലേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതിനൊരു ലംഘനം വയ്ക്കുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും ഉള്ള, ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ് എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് അല്ലേ. പ്രത്യേകിച്ചും 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒപ്പീനിയൻസ് പറയാനുള്ള അവകാശമുണ്ട് അല്ലേ. നമുക്ക് എന്താണോ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കണോ നമുക്കത് തുറന്ന് സംസാരിക്കാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഓക്കെ, പക്ഷേ അങ്ങനെ തുറന്ന് സംസാരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനായിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിളാണ്. നമ്മളൊരു രാജ്യത്തെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ ആൾക്കാർ എന്താണ് ഈ പറഞ്ഞ പോലെ പോവർട്ടിയിലാവുക അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാവുക, പിന്നെന്താണ് ഈ എന്താ പറയുക പലതരത്തിലുള്ള അറ്റാക്സ്, പിന്നെന്താ ഈ മർഡർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാറുണ്ടല്ലോ. ഇപ്പോൾ മനുഷ്യാവകാശ ലംഘനമായിട്ട് ആ രീതിയിലുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരു മനുഷ്യന് ബേസിക് ആയിട്ട് അവന് എന്താ പറയുക ജീവിച്ച് പോകാനുള്ള ഒരു റൈറ്റ്സ് ലംഘിക്കുന്നതാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം. നമ്മുടെ അവകാശങ്ങളെ ലംഘിക്കുന്നു, അത്രയേ ഉള്ളൂ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്, പോയിൻ്റാണ് ഗ്ലോബൽ പോവർട്ടി എന്ന് പറയുന്നത്, ആഗോള ദാരിദ്ര്യം. ഇന്ന് നമ്മൾ ഇന്ന് രാജ്യങ്ങൾ നേരിടുന്ന ഒരു നമ്മുടെ സെക്യൂരിറ്റിക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ദാരിദ്ര്യം, ഗ്ലോബൽ പോവർട്ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആഗോള ദാരിദ്ര്യം എന്ന് പറയുമ്പോഴേ ദാരിദ്ര്യം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയുന്നത് അൺകൺട്രോൾഡ് പോപ്പുലേഷനാണ്. നമുക്കറിയാം, അതായത് ഈ ജനസംഖ്യ ഭയങ്കരമായിട്ട് അനിയന്ത്രിതമായിട്ട് വർദ്ധിക്കുന്നതാണ് നമ്മുടെ ദാരിദ്ര്യം ഇത്തരത്തിൽ പെരുകാനുള്ള ഒരു റീസണായിട്ട് പറയുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും ഫസ്റ്റ് അല്ലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ഇന്ത്യ എന്നുള്ള രീതിയിലാണ് കണക്കുകൾ പുറത്ത് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ പോപ്പുലേഷൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർക്കെല്ലാവർക്കും ഭക്ഷണം വേണ്ടേ, ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ വേണ്ടേ, കുടിക്കാൻ വെള്ളം വേണ്ടേ, ഇവർക്ക് ജോലി വേണ്ടേ, ഇൻകം വേണ്ടേ അല്ലേ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർക്ക് ഇത്രയും ആൾക്കാർ ഇങ്ങനെ പെരുകി വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ലോകത്ത് എന്താ പറയുക ജീവിച്ച് പോകാനുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. ഓക്കെ, പക്ഷേ അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ ദാരിദ്ര്യത്തിലോട്ടും മറ്റ് പല പ്രശ്നങ്ങളോട്ടും ആൾക്കാർ പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് പോവർട്ടി ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്ന ഒരു കമ്പാരിസൺ പോലെ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നുമില്ല, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. റിച്ച് കൺട്രീസ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അതായത് നല്ല അത്യാവശ്യം സമ്പന്നമായിട്ടുള്ള അത്യാവശ്യം എന്താ പറയുക വികസിത രാജ്യങ്ങളെന്ന് നമ്മൾ പറയില്ല, ഡെവലപ്ഡ് കൺട്രീസ് എന്ന്. അതെ, അങ്ങനെയുള്ള റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. റിച്ച് ആയിട്ടുള്ള കൺട്രീസിലെന്ന് പറയുമ്പോൾ അവർക്ക് പോപ്പുലേഷൻ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, ഈ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവും, എന്നാൽ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടല്ലോ, അതായത് മറ്റ് ദേശീയ വരുമാനം നാഷണൽ ഇൻകം ഒക്കെ ഉണ്ടല്ലോ, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് കൂടുതലുമായിരിക്കും അല്ലേ. അതായിരിക്കും അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, റിച്ച് ആയിട്ടുള്ള കൺട്രീസ് എന്ന് പറയുമ്പോൾ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം ഭയങ്കരമായിട്ട് കൂടുതലും പോപ്പുലേഷൻ എന്നാൽ വളരെ കുറവുമായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഈ പണക്കാരായിട്ട് സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങൾ വീണ്ടും അതുപോലെ തന്നെ തുടർന്ന് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള അതിസമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് ജനസംഖ്യ കുറവായിരിക്കും, പെർ ക്യാപിറ്റ ഇൻകം ഭയങ്കര കൂടുതലുമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്, അവർ റിച്ചായിട്ട് തന്നെ തുടർന്ന് പോവുകയും ചെയ്യും. എന്നാൽ നമ്മളെപ്പോലുള്ള പുവർ കൺട്രീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എവിടുത്തെ അവസ്ഥ? പോപ്പുലേഷൻ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ, ജനസംഖ്യ ഭയങ്കര കൂടുതലും, എന്നാൽ ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്. ഓക്കെ, അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവായിരിക്കും ഈ പുവർ ആയിട്ടുള്ള കൺട്രീസിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട രാജ്യങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഈ ഒരു ദാരിദ്ര്യത്തിലോട്ടും അങ്ങനെയുള്ള രീതിയിലോട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത് ഗ്ലോബൽ പോവർട്ടി ഉണ്ടാവാൻ ആഗോള ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണം, റീസൺ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു, ജനസംഖ്യ കൂടുന്നു എന്നുള്ളതാണ്. റിച്ച് കൺട്രീസ് നോക്കുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലും പിന്നെന്താ പോപ്പുലേഷൻ കുറവും എന്നുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ വീണ്ടും പണക്കാരായിട്ട് തന്നെ സമ്പന്നമായിട്ട് തന്നെ നിലനിൽക്കുന്നു. എന്നാൽ പാവപ്പെട്ട പുവർ കൺട്രീസിൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുമ്പോൾ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലും എന്നാൽ പെർ ക്യാപിറ്റ ഇൻകം കുറവുമാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട രാജ്യങ്ങൾ വീണ്ടും ആ രീതിയിൽ തന്നെ ദാരിദ്ര്യം പിടിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ആണോ?
ഇനി നമുക്ക് ഫോർത്ത് പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത് മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ലോകരാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ത്രെറ്റ് കൂടിയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലോട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് പറയുന്നത്, അല്ലേ. മീൻസ് അതായത് ഒരു ഹ്യൂജ് പോപ്പുലേഷൻ, ഓക്കെ, ഒരുപാട് ആൾക്കാരിങ്ങനെ എന്താ പറയുക, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് ഇങ്ങനെ താമസം മാറുമ്പോഴാണ് അതൊരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ട് അത് വരുന്നത്, ത്രെറ്റായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ മൈഗ്രേറ്റ് ചെയ്ത് ആൾക്കാർ പോകുന്നുണ്ടാവുക? ഒരു റീസൺ എന്ന് പറയുമ്പോൾ നല്ല ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്, അതായത് നല്ല ജീവിത രീതി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും, അതുമാത്രമല്ല നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഇൻകം, നല്ല വേതനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല റീസൺസ് വെച്ചിട്ട് സ്വമേധയായി ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറ്റം ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതൊരു വശം. വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പോകാൻ താല്പര്യമില്ല, ഈ രാജ്യത്ത് നിന്ന് വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എവിടെ ഭയങ്കരമായിട്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലും വന്നിരിക്കുകയാണ്, അതായത് പ്രളയമോ ദുരന്തമോ അങ്ങനെ എന്തെങ്കിലും, മറ്റേ വരൾച്ച, ഡ്രോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് എനിക്കവിടെ താമസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയെങ്കിൽ എനിക്ക് എന്തായാലും വേറൊരു രാജ്യത്ത് പോയി താമസിക്കുകയല്ലേ നിവർത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലും മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ പോകാറുണ്ട്. വേറൊരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, എന്തെങ്കിലും യുദ്ധമോ കലാപമോ അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കവിടെ സമാധാനത്തോടെ താമസിക്കാൻ പറ്റത്തില്ല, അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിലും അങ്ങനെയുള്ള അവസ്ഥയിലും ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, വേറെ പ്രദേശങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ, ആദ്യം പറഞ്ഞത് നല്ല ബെറ്റർ ആയിട്ടുള്ള എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, സാമ്പത്തിക ലാഭങ്ങൾ തേടി ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. രണ്ടാമത് പറഞ്ഞു ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. മൂന്നാമത് പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ ഒരു സ്വത്വമുണ്ടല്ലോ, മീൻസ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു നാഷണൽ ഐഡൻറ്റിറ്റി, നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെയാണ് ഇവർക്ക് എന്താ പറയുക ഒരു ക്രൈസിസിലായിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് രാജ്യത്തിനും എന്താക്കുന്നുണ്ട്, ഒരു ത്രെറ്റായിട്ട് മാറുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചും പറയുമ്പോൾ പലരും ഇല്ലീഗലായിട്ട് പല രാജ്യങ്ങളിലും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്, അല്ലേ. ഇല്ലീഗലായിട്ടൊക്കെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ. ഓക്കെ, ന്യൂസിലും കേൾക്കാറുണ്ടല്ലോ ഈ ഇല്ലീഗൽ മൈഗ്രേഷനെ പറ്റിയിട്ട്, അതായത് നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ള മൈഗ്രേഷൻ, കുടിയേറ്റമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു ത്രെറ്റായിട്ട് മാറുന്നുണ്ട്. ഈ ഇല്ലീഗൽ മൈഗ്രേഷനൊക്കെ മേ ബി അത് ചിലപ്പോൾ രാജ്യത്തിന് തന്നെ, മീൻസ് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആയിരിക്കും രാജ്യത്തിനകത്തോട്ട് വരിക. അപ്പോൾ അത് രാജ്യത്തിൽ ബാക്കിയുള്ള സേഫ്റ്റി മെഷേഴ്സിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ മൊത്തത്തിൽ ഒരു ത്രെറ്റായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് അഞ്ചാമതായിട്ട് വരുന്നതാണ് ഹെൽത്ത് എപ്പിഡമിക്സ്, അല്ലെങ്കിൽ നമുക്ക് എപ്പിഡമിക്സ് എന്ന് പറയാം പകർച്ചവ്യാധികൾ, അല്ലേ. പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളതാണ്. പല രീതിയിലുള്ള, മീൻസ് ഒരു ഡിസീസ് എന്താ പറയുക, ഒരു സ്ഥലത്ത് എന്താ പറയുക, അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് മറ്റുള്ളവരിലോട്ടും എത്തുക, അതാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുക, അല്ലേ. എപ്പിഡമിക്സ്, പെട്ടെന്ന് പകരുന്ന രോഗങ്ങളാണ് ഈ പകർച്ചവ്യാധികൾ എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എയ്ഡ്സ് ഉണ്ട്, പിന്നെന്താ ബേർഡ്സ് ഫ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സാർസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ, പിന്നെ നമുക്കറിയാം നമ്മുടെ COVID-19 ആ കാര്യം നമുക്ക് പറയാം, കൊറോണ വൈറസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എബോറ വൈറസ്, ഹാൻഡ വൈറസ്, ഹെപ്പറ്റൈറ്റിസ്, TB, മറ്റേ ട്യൂബർകുലോസിസ് ഉണ്ടല്ലോ, ക്ഷയം, പിന്നെ മലേറിയ പോലുള്ളത്, ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ, കോളറ പോലുള്ള അസുഖങ്ങൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള ഡിസീസൊക്കെ നമുക്ക് എന്താണ് ഒരു രാജ്യത്ത് നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ മറ്റു രാജ്യങ്ങളിലോട്ടും എന്ത് ചെയ്യാറുണ്ട്, സ്പ്രെഡ് ചെയ്ത് പോകാറുണ്ട്. അതാണ് ഈ പകർച്ചവ്യാധികളുടെ അല്ലെങ്കിൽ എപ്പിഡമിക്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതെങ്ങനെയാണ് ഒരു രാജ്യത്തുള്ള രോഗം മറ്റു രാജ്യത്തിലോട്ട് പോകുന്നത്, ഈ ആൾക്കാരിങ്ങനെ ട്രാവൽ ചെയ്യുന്നതും, അതുമാത്രമല്ല ഇത്തരത്തിൽ മൈഗ്രേഷനിലൂടെയും ടൂറിസം, മീൻസ് ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിലൂടെയും അങ്ങനെയൊക്കെയുള്ള പല റീസൺസ് കാണും. പിന്നെ ഈ ബിസിനസ്സൊക്കെ നടത്താൻ വർക്ക് ചെയ്യാൻ പോകുന്നവരും. അപ്പം നമുക്കറിയാലോ, അതിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമ്മൾ മറ്റേ COVID-19 അനുഭവിച്ചിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയുന്നുള്ളതാണ്. ചൈനയിലെ വുഹാനിലാണല്ലോ ആദ്യമായിട്ട് COVID-19 വരുന്നത്. ഓക്കെ, പിന്നെ എന്താ, ചൈനയിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങളിലോട്ട് വ്യാപിച്ച കാര്യമൊക്കെ നമുക്ക് അറിയുന്നുള്ളതാണ്, അല്ലേ. അപ്പോൾ അതാണ് അത്രയും ഒരു വലിയൊരു ഭീഷണിയാണ് നമുക്ക് ഈ എപ്പിഡമിക്സ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. ഓക്കെ, അപ്പോൾ ഈ എപ്പിഡമിക്സിൻ്റെ പേരും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം, ഇത് പെട്ടെന്ന് പകരുന്നതാണ്, അത് രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് ഇതിനും ഉള്ള ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് എഴുതേണ്ടത്. ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ്, ഭീഷണികളുടെ ഉറവിടങ്ങൾ, അല്ലേ. ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും പോയിന്റ്സ് നമ്മൾ എഴുതണം. ടെററിസം അല്ലെങ്കിൽ ഭീകരവാദം, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, പിന്നെന്താ മനുഷ്യാവകാശ ലംഘനം, ഗ്ലോബൽ പോവർട്ടി അല്ലെങ്കിൽ ആഗോള ദാരിദ്ര്യം, മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം, എപ്പിഡമിക്സ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് ആൻസർ ആവുക. ഈ എക്സ്പ്ലനേഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് കൂടി വായിക്കുക, ദെൻ നന്നായിട്ട് തന്നെ എക്സ്പ്ലനേഷൻ എഴുതുക കേട്ടോ. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ.